ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. ആ ഹജ്ജ് പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്തൊരു വീഡിയോ വന്നിട്ടാ. എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് കുറേ ബീഫെല്ലാം കിട്ടുമല്ലോ, അന്നേരം എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഏകദേശം 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ് വരട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വെറും സാധാരണ ബോൺലെസ് പീസ് ആകുമ്പം അത്ര ടേസ്റ്റ് ഉണ്ട്, എല്ലോട് കൂടിയാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവല്. അപ്പോൾ ആ ബീഫിൽ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി വെച്ചാൽ ഏകദേശം ഒരു 1.5 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2 തക്കാളി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും നേരത്തെ പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് വഴറ്റി വന്നാൽ ഇതിലേക്ക് നമുക്ക് ഏകദേശം 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ പറയില്ല, നമ്മളെ മുളക് പൊടി എന്ന് വെച്ചാൽ മല്ലിപ്പൊടിയും മഞ്ഞളും എല്ലാം മിക്സ് ആയിട്ട് പൊടിച്ചതാണ്. അപ്പോൾ ഏകദേശം 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ അല്ല, സോറി, 1.5 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മുളകിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം വേണ്ടാണ്ട് നമുക്ക് ബീഫ് മാത്രം ഇട്ടിട്ട് വെള്ളം ഒഴിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. പിന്നെ എൻ്റെ കുക്കറിൽ ചിലപ്പോൾ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ബീഫിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഏകദേശം ഒരു 5 വിസിൽ ലോ ഫ്ലെയിമിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ എല്ലാ ബീഫിൻ്റെ വേവും ഒരുപോലെ ആവണമെന്നില്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 6 or 7 അല്ല അതിൽ കുറവോ ആയിട്ട് വരും കേട്ടോ. നമ്മുടെ ബീഫിൽ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വിസിലടിക്കുന്നതിന് മുമ്പ് നമുക്ക് ബീഫിൻ്റെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഉപ്പ് കുറഞ്ഞോയാൽ പിന്നെ വീണ്ടും ഇട്ട് കൊടുത്താലും മതി, പക്ഷേ നമ്മളെ ബീഫിലൊന്നും നല്ലോണം പിടിച്ച് കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബീഫിൽ നല്ലോണം വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാച്ചിയെടുക്കാം കേട്ടോ. അതിനായിട്ട് കാച്ചിയിട്ടൊന്ന് കുറച്ചൊരു ഗ്രേവിയില്ല ഒന്ന് നല്ലോണം നമുക്ക് വെറ്റിച്ചെടുക്കാം കേട്ടോ. ഓവർ വെറ്റിക്കുന്നില്ല, കുറച്ച് ചെറിയൊരു ഗ്രേവി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച ബീഫും ആ ഒരു ഗ്രേവിയും കൂടി ഇട്ടിട്ട് കുറച്ച് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വെറ്റിക്കാം കേട്ടോ. ഇതിലേക്ക് പുളി ആവശ്യമായിട്ട് ഉള്ളതുകൊണ്ട് കുറച്ച് ചെറുനാരങ്ങ നീര് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ ഗരം മസാല അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെറ്റിച്ച് കൊടുക്കാം കേട്ടോ. എനിക്ക് ബീഫ് കറീനെക്കാട്ടും ഏറ്റവും ഇഷ്ടം ഈ ഒരു ടൈപ്പിൽ സെമി ഗ്രേവി അല്ല, കുറച്ചും കൂടി തിക്കാക്കും ആ ഒരു രീതിയിൽ ബീഫ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇഷ്ടം. പൊരിച്ചാലും ഇഷ്ടമാണ്. ചിക്കനെക്കാട്ടും ബീഫ് ആണെന്നല്ലോ, നമുക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മളെ ബീഫ് ഏകദേശം നല്ലോണം തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രേവിയിലും വെറ്റി. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ലാസ്റ്റായിട്ട് കറിവേപ്പിലും അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ചധികം തന്നെ മല്ലി ഇലയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് നല്ലോണം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അധികം തന്നെ ചേർക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഓഫ് ആക്കാം, കാരണം ഇത് ചൂടാറുന്നതിനനുസരിച്ച് നല്ലോണം അതിൻ്റെ ഗ്രേവിയിലും വെറ്റി വരുമല്ലോ. ഈ ഒരു രീതിയിൽ നമുക്ക് ഓഫാക്കാം. ഞാനിന്ന് പൊറോട്ടക്ക് ആ ഒരു സൈഡായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ നമുക്ക് ഓഫാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമ്മളെ ബീഫെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി പൊറോട്ടയും ബീഫുമാണ് എന്നിട്ട് നമ്മളെ ഡിന്നറായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. നെയ്ച്ചോറിനായാലും വെല്ലിനായാലും ഇതുപോലുള്ള കോമ്പിനേഷനില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റൊരു വീഡിയോസായിട്ട് വരുന്നതിന് ഓക്കെ, ടേക്ക് കെയർ, ബൈ.